സോ ഹലോ ഗെയ്സ്, നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന പുതിയൊരു ഗെയിമാണ്. ഈ ഗെയിമിൻ്റെ പേര് ഞാൻ പറഞ്ഞു, പക്ഷേ അടുത്തതിൻ്റെ സെക്കൻഡ് പാർട്ടിൽ ഞാൻ ഇതിൻ്റെ പേരിടുന്നതായിരിക്കും. ഫസ്റ്റ് ടാപ്പ് ആക്ടർ ടു ചാറ്റ്. ഓക്കെ ഗെയ്സ്, നമുക്ക് ഇയാളെ ടാപ്പ് ചെയ്യണമെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇപ്പം ലോങ് ടാപ്പ് ആക്ടർ ടു ചാറ്റ് എന്ന് വെച്ചാൽ എന്തുവാണ് ഗൈസ്, എനിക്കൊന്നും മനസ്സിലായില്ല. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇയാളെ ടാപ്പ് ചെയ്യണമെന്നോ അടിക്കാനാണോ പറഞ്ഞേ? ഇജ്ജത്തൊന്നും ഇയാൾക്കിത് കൊള്ളുന്നില്ലല്ലോ. നമുക്ക് വെളിയിലിറങ്ങണമെങ്കിൽ എന്തുവാടേ ചെയ്യേണ്ടത് ശരിക്കും? ഈ ഗെയിം ഒരു പൊടി ഗെയിമാണ് കേട്ടോ. GTA 5 അത്രയും ഗ്രാഫിക്സ് ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ഗ്രാഫിക്സ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നത് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഈ ഗെയിം കളിച്ച ഇപ്പം ഭയങ്കര ഗ്രാഫിക്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തുവാ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഫസ്റ്റ് ലോങ് ടാപ്പ് ദി ആക്ടർ ടു ചാറ്റോ. ചാറ്റയിൽ പിടിച്ച് ചാറ്റ് പിടിച്ച് ഞെക്കിയിട്ടൊന്നും ആവുന്നില്ലല്ലോ. ഒന്നും നോക്കട്ടെ, പിടിയാവുന്നില്ല. അപ്പോൾ നമ്മളെപ്പോലെ ഹുഡിയൊക്കെ ഇടുന്ന ആളെ കണ്ടോ? ഞാൻ എപ്പോഴും വീട്ടിൽ ഹുഡി ഇട്ടാണ് നടക്കുന്നത്. നമ്മളെപ്പോലത്തെ ക്യാരക്ടറിനെ നമുക്ക് ഇതിൽ സെലക്ട് ചെയ്യാൻ പറ്റും. അത് ഇവിടെ ഒരു സ്പേസിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്തുവാ ഒന്നുമില്ല. ഇയാളെ ടാപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു പറയുന്നത് ഇയാളാണോ ഇല്ല ആക്ടർ? ഇയാളെ ഇടിച്ചത്തൊന്നും ആവുന്നില്ലല്ലോ. പിന്നെന്തുവാ ഇവിടെ ചെയ്യണ്ടേ? My name is David. I've been living here for ages and I would love to give you a tour of the city's highlights. If you are up for it, meet me at my car. I just dropped out of there, okay? To enter a vehicle, you must first unlock it. Approach the vehicle and hold your finger on it until a circular menu appears. Then tap the button to open the vehicle. കാറിന് ലൈസൻസ് വേണോ? എൻ്റെ അമ്മ, ഇത് മറ്റേതിലെ പോലെയൊന്നും അല്ലല്ലോ. Great, you've unlocked the car. Now get in by tapping the button on the right side of the screen. The center section of the speedometer displays where you can hide the speedometer by tapping on it. The joystick for steering the menu can be accessed by tapping the button at the top of the screen. ഇതിന് പണി കിട്ടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ ഞാനൊരു കാര്യം പറയാം ഗൈസ്, നമ്മളെ നെക്സ്റ്റ് വീഡിയോസൊക്കെ The report feature allows you to ask the admin any questions you have about the game. The navigator will help you get directions to any location on the map. ഇനിയുള്ള വീഡിയോ ഒക്കെ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. Go to the important section of the navigator and tap on driving school to receive directions on how to reach it. Car dealerships, parking lots, ബിസിനസ്സുമായി പ്രോപ്പർട്ടി നിയർബി, കാർ മാർക്കറ്റ്, ഡ്രാഫ്റ്റ്, ചർച്ചിൽ പോകാൻ പറ്റുമോ? ചർച്ചെന്ന് മാർക്ക് ചെയ്തു. ഇവിടെ പറ്റുന്നില്ല. ഇവിടെ ആദ്യം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ പോകണമെന്ന് എനിക്ക് തോന്നുന്നത്. ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കാം. ചർച്ച് ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ പോവാം. Let me show you the most important places in the city that you will be visiting regularly. Since you've already set the route to the driving school, let's head there first. Follow the path indicated on the radar. വളയ്ക്കണമെങ്കിൽ മറ്റേ ജോയിസ്റ്റിക് കൺട്രോൾ തന്നെ വേണമല്ലോ. മറ്റേ പണ്ടത്തെ നമ്മൾ റോപ്പ് ഹീറോയെക്കാട്ടിലും പാടാ. എൻ്റെ പൊന്നോ,
വണ്ടി വളച്ചെടുക്കടാ. എടുത്തെടുത്ത് ഓ സീൻ ഡ്രിഫ്റ്റ് എടുത്ത് പോകുന്നുണ്ട്. ഇതെന്തുവാ ഇവിടെ സ്റ്റക്കായില്ല. ഓക്കെ, നമുക്ക് നല്ല സ്പീഡിൽ പോവാം. നല്ല സ്പീഡിൽ പോയിക്കോ. നല്ല സ്പീഡിൽ പോകണം, അല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോവാം. ഇവിടെ പിന്നെ ക്രിസ്തുമസ് കഴിഞ്ഞതല്ലേ ഉള്ളൂ, ജനുവരി അല്ലേ ഇത്. അതുകൊണ്ടായിരിക്കും ഇവരിപ്പോഴും മഞ്ഞ്. അമേരിക്ക വല്ലതായിരിക്കും ഇത്. അമേരിക്ക, കാനഡ അവിടെ വല്ലതായിരിക്കും ഇത്. എൻ്റെ പിന്നെ വലിയൊരു റെഡിൽ ഇത് കണ്ടാലേ എനിക്ക് തോന്നുന്നത് നമ്മളെ മറ്റേ തെങ്ങില്ലേ, ഇപ്പം തെങ്ങലല്ല പനയില്ലേ, അതാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നമുക്ക് ഭയങ്കര സ്പീഡിൽ പോവാം ഡ്രൈവിംഗ് സ്കൂളിലോട്ട്. നല്ല സ്പീഡിൽ പോവാം. ഓ ഇതെന്തുവാ ഇവിടെ ബീച്ചാണോ? അല്ലല്ലോ, വേറെ എന്തൊക്കെയോ ഇവിടെ. ഇതൊന്നും ഒറ്റ മനുഷ്യനില്ലല്ലോ. ഇവിടെ ഏതാണ്ട് കാണുന്നുണ്ട്. പക്ഷെ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം അതില്ല. ഇവിടാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം. ഇവിടായിട്ടാണ് നമുക്ക് ഇറങ്ങേണ്ട സ്ഥലം. അങ്ങോട്ട് വണ്ടി കയറ്റാനല്ലേ? Here's our first stop, the driving school. This is where players get their driver's license, which you'll need to get behind the wheel. During the quest line, you'll definitely come back here to earn your first driver's license. This is the government building, where you can get a passport and access other services, like registering your own family. And this is the car market, where players buy and sell vehicles. Be sure to check it out in the future. You can find many unique cars here. This large quarry is the stone pit. Here you can mine various resources and earn money for it. The resources you gather can be sold on the marketplace or used to craft different items, skills, accessories, and even vehicles. Here we are. This is the bus station. You can stay here for a while until you buy your own house or apartment. By the way, you'll soon get help to earn some quick cash, so you won't be here for long. Well, it's time for me to go. Good luck to you. പക്ഷേ ഇത് കണ്ടിട്ട് എനിക്കിത് കണ്ടിട്ട് ദുബായ് ആയിട്ടും തോന്നുന്നു. പക്ഷെ ഇവിടെ മഞ്ഞും പെയ്യുന്നുണ്ട്. ഇതെന്തുവാണ് ഈ സ്ഥലം? എനിക്ക് തോന്നുന്നു ഈ ഗെയിമായിട്ട് തന്നെ ക്രിയേറ്റ് ചെയ്ത സ്ഥലം വല്ലതായിരിക്കും. നമുക്ക് ഈ സ്കൂട്ടർ ഒന്ന് ഓടിച്ച് നോക്കിയാലോ? നമുക്ക് വേണ്ടിയുള്ള സ്കൂട്ടർ ഇതാണോ? ഇത് ജോയ്സ്റ്റിക്ക് കൺട്രോളോ? എനിക്കൊന്നും ഓടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇയാളാണോ ഓടിക്കുന്നത്? എന്നെ ഇറക്കി വിട്ടേ. ഓക്കെ, നമുക്ക് വേറെ വല്ലതും ചെയ്ത് നോക്കാം. ഹലോ ചേട്ടാ, എന്താ? ഓ, നമ്മൾ അയാളുടെ ഉള്ളിൽ കൂടി പോയി. ഇലുമിനാറ്റി. എന്നെ പോലെ അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് എന്നെ പോലെ ഇരുത്തണേ. എനിക്ക് തോന്നുന്നത് ക്യാരക്ടേഴ്സാണ്. ഓക്കെ, ഈ പുള്ളിയുടെ ഉള്ളിൽ കൂടി പോകാൻ പറ്റും. ഇത് നമ്മളെ GTA ആനന്ദ്രാസിലെ മറ്റേ ബിഗ് സ്മോക്കിൻ്റെ കൂടെ ഇത് നടക്കത്തില്ല, അവനെ കൂട്ടിയിരിക്കുന്നു. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. ഇവിടെ സ്കൂട്ടറിൻ്റെ പരസ്യം. സ്കൂട്ടറിൽ റെൻറ്റിനെടുക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, ആളോട്. ഓ, അത് തന്നെ, ഇത് സ്കൂട്ടർ റെൻറ്റിനെടുക്കുന്ന സ്ഥലമാണ്. റെൻ്റ് സ്കൂട്ടർ. ഡു യു വാണ്ട് ടു റെൻ്റ് എ സ്കൂട്ടർ? വാർണിംഗ്, ഇഫ് യു ഡോണ്ട് വെഹിക്കിൾ 3 minutes it will vanish. This scooter will be available for free and spots until you log back in. എൻ്റെ അഭിപ്രായം ഒന്ന് ആലോചിച്ചട്ടെ. എനിക്ക് ഞാനെന്തോ പറയും. യെസ് പറയണമെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കണം. നോ പറയണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ നോ പറഞ്ഞതേ അല്ല, ഞാൻ യെസ് പറഞ്ഞതേ. എനിക്ക് പോലും അറിയത്തില്ല. എന്നെ വണ്ടിയിൽ ഇറക്കി വിട്ടേക്കുന്നത്. എനിക്ക് തന്ന വണ്ടി അവിടെ, എനിക്ക് റെൻറ്റിന് തന്ന വണ്ടി എനിക്ക് താടാ.
ഇവൻ കള്ളാനാണ്, എന്നെ ഇറക്കി ഇട്ടിട്ട് പോകുന്നു. അവൻ്റെ പുറകിൽ ചെന്ന് കയറാം. ഇവൻ ഇറക്കി വിടല്ലേ. ഇവൻ്റെ പുറകിൽ ഞാനിരിക്കുന്നു. ഇത് കൊള്ളാലോ, നല്ല കളി. ഓ സ്പീഡിൽ അളിയാ, സ്പീഡിൽ പോടാ. നമുക്ക് ഭയങ്കര സ്പീഡിൽ പോവാം. ഓക്കെ ഗൈസ്, നമ്മൾ ഭയങ്കര സ്പീഡിൽ പോവാണ്. ഓക്കെ, നമ്മളെപ്പോലെ കുറേ പേര് ഈ ഗെയിമിലുണ്ട് ഗൈസ്. ഇത് ഓൺലൈൻ ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ എർത്തകൾ സ്കൂട്ടറിൽ പോകുന്നു. നമുക്ക് ഭയങ്കര സ്പീഡിൽ ഇവനാണ് ഓടിക്കുന്നത്. സ്പീഡിൽ പോ. എൽവിൻ വിറാട്ട സൂപ്പർ പേര് കേട്ടോ ഇവൻ്റെ. നമ്മൾ ഇവന് പേരൊന്നും ഇട്ടിട്ടില്ല. നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ എന്താ പേര് എഴുതണ്ടേന്ന്. ഓക്കെ, നമുക്ക് ഭയങ്കര സ്പീഡിൽ പോയി നോക്കാം. ഇവിടെ എന്തുവാ ക്രിസ്മസ് ട്രീ ഇവിടെ കാണണ്ട എന്തോ കാണുന്നുണ്ടല്ലോ. ഇവിടെ ഇറങ്ങണോ? ഓക്കെ, നമുക്ക് എൽവിൻ വിറാട്ടയുടെ കൂടെ നമുക്ക് പോയി. എന്തോ പേരാണ് ഇത്, എൽവിൻ വിറാട്ട എന്നൊക്കെയാണ്. ഓക്കെ, നമുക്ക് ഭയങ്കര സ്പീഡിൽ പോവാം. ഇവനാ പക്ഷെ ഓടിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് ഇവന് സ്പീഡിൽ പോവാന്ന്. ഓക്കെ, എൽവിൻ വിറാട്ട സ്പീഡിൽ പോടാ മോനെ. സ്പീഡിൽ പോടാ. ഇവിടെ പെട്രോൾ പമ്പൊക്കെ ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഈ വണ്ടി ഓടുന്ന പെട്രോൾ കൊണ്ടാണെന്നാ. എല്ലാ വണ്ടി ഓടുന്ന പെട്രോൾ കൊണ്ടല്ലേ. പക്ഷെ ഈ ഗെയിമിലെ വണ്ടി ഓടുന്ന പെട്രോൾ കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ സ്കൂൾ പാർട്ടി ക്രാഫ്റ്റിലും അങ്ങനെ തന്നെയാണ്. നമ്മളെ വണ്ടി ഓടുന്നത് പെട്രോൾ വെച്ചാൽ സ്കൂട്ടർ മാത്രമാണ് തനിയെ പെട്രോൾ ഇല്ലാതെ ഓടുന്നത്. എനിക്ക് തോന്നുന്നത് അത് ഇലക്ട്രിക് സ്കൂട്ടറാണ്. ആർക്കെ പോട്ടെ, നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ വരുന്നു. നമുക്ക് ഈ ഗെയിമിലെ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇവിടെ ഫുള്ള് ഇതേപോലത്തെ മരുഭൂമി പോലത്തെ സ്ഥലം. ഇവിടെ സിറ്റി ഒന്നും ഇല്ലാന്ന് തോന്നുന്നു വലുതായിട്ട്. ഓക്കെ, നമ്മൾ കുറേ നേരം കറങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എവിടെയോ എത്തി. നമ്മൾ എൽവിൻ വിറാട്ടയുടെ കൂടെ പോകുന്നത്. എൽവിൻ വിറാട്ട. അയ്യോ അവിടെ എല്ലാം ഉണ്ടോ. വണ്ടി ഇടിക്കാൻ പോയിരുന്നു കണ്ടിട്ട് കൂസലില്ലാതെ നിൽക്കുന്നോണ്ട് ഒരുത്തന്നെ ഇപ്പം ഇടിച്ചിട്ടേനെ. ഗൈസ്, നിങ്ങളെ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തോ ഗെയിം കളിക്കണമെന്ന് പറയണം. നമ്മളെ ബാറ്റിലിനോ ഇനിയും കളിക്കും ഗൈസ് ഗെയിം. എൻ്റെ അമ്മച്ചി ഇതെന്തുവാണ് ഇത്? ഞാൻ അങ്ങോട്ടാ തെറിച്ചു പോയെ. ഓക്കെ, ഞാൻ തെറിച്ചു പോയി. എൻ്റെ മറ്റേ സ്കൂട്ടർ മറിഞ്ഞു പോയായിരുന്നു. നമുക്ക് ഈ വണ്ടി ഓടിക്കാം. എനിക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല. മറ്റവനും വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ലേ? എന്തൊക്കെയോ സംഭവിക്കുന്നു. നമുക്ക് ഈ ഗെയിമിലെ സ്ഥലമൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. എൽവിൻ വിറാട്ട പിന്നെയും വണ്ടി ഓടിച്ച് പോകുന്നുണ്ട്. ഇതാണ് മൊബൈൽ. ഓക്കെ ഗൈസ്, ഈ ഗെയിമിൻ്റെ പേര് ഗ്രാൻഡ് മൊബൈലിനാണ് കേട്ടോ. എല്ലാവരും ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. പക്ഷേ എന്ന് കളിച്ച് നോക്കണം കേട്ടോ. പൊളി ഗെയിമാണ്. ഓക്കെ, ഇവിടെ ഒരു എൽവിൻ വിറാട്ടനോ ഇവൻ മാത്രമേ നമ്മളെ സ്കൂട്ടറിൽ കയറുന്നുള്ളൂ. ഇവൻ എന്തിനാണ് എന്നെ അടിക്കണോടാ. ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് അടിക്കുന്നത്. അവൻ എന്ത് ചെയ്യേ? ഓരോ ചവിട്ടാൻ വെച്ചേരും കേട്ടോ. എന്നാ പിടിച്ചു നമ്മളിവനെ മാന്തു കുത്തി പറിക്കുവാണ് നമ്മളിവനെ. ഒറ്റ ഇടി അങ്ങ് കൊടുക്കാം നമുക്ക്. ഓക്കെ, നമ്മൾ ഇടിച്ച് ചത്തോ ഇല്ല.
ഇവൻ എന്തുവാടെ ഇങ്ങനെ? ഇവനല്ലേ നമ്മൾ മറ്റേ ആ ബസ് സ്റ്റേഷൻ വെച്ച് കണ്ടത്? പക്ഷെ ഇവൻ നമ്മളെ അടിക്കുവാണല്ലോ. ഇവനെന്തിനാ നമ്മളെ അടിക്കുന്നത്? നമ്മളവനെ എന്ത് ചെയ്ത്? കണ്ടം വഴി എസ്കേപ്പ്. ഓ അതെ, നമുക്ക് ഇനിയും കുറേ ദൂരം പോകാനുണ്ട്. അതുകൊണ്ട് അവരൊക്കെ പോകുന്നു. നമുക്ക് അവൻ്റെ പുറകെ പോകണം. സ്കൂട്ടറിൽ കയറിടെ. സോ ഗൈസ്, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഈ ഗെയിം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാൻ മറക്കണ്ട. ഈ ഗെയിമിൻ്റെ പേരാണ് ഗ്രാൻഡ് മൊബൈൽ. ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക.